നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള യാത്രാ സൗജന്യത്തിന്റെ ഗുണം ലഭിക്കുക കുറച്ചു ജില്ലകളിൽ മാത്രം. ഇവ പൊതുഗതാഗതത്തിൽ KSRTC ബസ് സർവീസുകൾ കാര്യമായുള്ള ജില്ലകളാണ്. 7 ജില്ലകളിൽ ഇത് 25% താഴെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, വയനാട് ജില്ലകളിലാണ് ഗണ്യമായ രീതിയിൽ KSRTC ബസ് സർവീസ് ഉള്ളത്. UDFിന് 16 സീറ്റും നൽകിയ മലപ്പുറത്ത് യാത്രാ സൗജന്യത്തിന്റെ ആനുകൂല്യം കാര്യമായി ലഭിക്കില്ല. കാരണം ജില്ലയിലെ മൊത്തം ബസ് സർവീസിന്റെ 9.4% മാത്രമാണ് KSRTC ബസ് സർവീസ്. എറണാകുളം ജില്ലയുടെ കാര്യവും ഇതുതന്നെ. UDFിന് 14 സീറ്റും നൽകിയ ജില്ലയിൽ മൊത്തം ബസ് സർവീസിന്റെ 24.7% KSRTCയുടെ സാന്നിധ്യം. സൗജന്യം നൽകുന്നത് മൂലം KSRTCക്ക് ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം പകുതിയായി കുറയും. 105 കോടി രൂപയോളം കുറവുണ്ടാകുമെന്നാണ് കണക്ക്. കർണാടകയിൽ വിജയിച്ച യാത്രാ സൗജന്യമാണ് UDF കേരളത്തിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ കർണാടകയിൽ 90% ബസ് സർവീസും സർക്കാർ ഉടമസ്ഥയിലുള്ള 4 കമ്പനികളുടേതാണ്. 2025 കണക്ക് പ്രകാരം കേരളത്തിൽ 16,545 റൂട്ട് ബസ്സുകൾ ഉള്ളതിൽ 4,609 മാത്രമാണ് KSRTC വിഹിതം. ഇതിൽ തന്നെ 800 ബസ്സുകളോളം കട്ടപ്പുറത്താണ്. ഓടുന്ന ബസ്സുകളിൽ 1/3 സൂപ്പർ ഫാസ്റ്റിന് മുകളിലുള്ള ക്ലാസ്സാണ്. സൂപ്പർ ക്ലാസ്സുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകാൻ അനുവാദമില്ല. സീറ്റ് റിസർവേഷനുള്ള ബസ്സുകളിലും സൗജന്യ യാത്ര പ്രായോഗികമല്ല. 450 സ്വിഫ്റ്റ് ബസ്സുകൾ പ്രത്യേക കമ്പനിയായതിനാൽ അതിൽ സൗജന്യത്തിന് സാധ്യതയില്ല. KSRTC കഴിഞ്ഞ ആഴ്ച നടത്തിയ കണക്കെടുപ്പിൽ യാത്രക്കാരിൽ 50% സ്ത്രീകളാണെന്നാണ് കണ്ടെത്തിയത്. കോർപ്പറേഷന്റെ പ്രതിദിന വരുമാനം 7 കോടി. വനിതകൾക്കും സൗജന്യം നൽകുന്നതോടെ ഇത് 3.5 കോടിയായി കുറയും. ഓരോ ജില്ലകളിലെയും മൊത്തം സർവീസുകളിൽ KSRTC വിഹിതം തിരുവനന്തപുരം 60.50%, കൊല്ലം 49%, പത്തനംതിട്ട 36.80%, ആലപ്പുഴ 48.90%, കോട്ടയം 37.80%, ഇടുക്കി 38.40%, എറണാകുളം 24.70%, തൃശ്ശൂർ 15.40%, പാലക്കാട് 14.60%, മലപ്പുറം 9.40%, കോഴിക്കോട് 14%, വയനാട് 40.10%, കണ്ണൂർ 16.10%, കാസർഗോഡ് 24.30%. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.